മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി ഭൂമിയെയും വൃക്ഷലതാദികളെയും ജീവജാലങ്ങളെയുമെല്ലാം സംരക്ഷിച്ച് സർവചരാചരങ്ങൾക്കും ജനിക്കാനും നിലനിൽക്കാനും ആയുസ് കഴിയുന്നത് വരെ ജീവിക്കാനുമുള്ള എല്ലാ നന്മകളും മനുഷ്യനുണ്ടാക്കേണ്ട ഒരു മാസമാണിത്. കഴിയുന്നത്രയും ചെടികൾ നിങ്ങൾ നടണം. ഇനി വരുന്ന ഒരു മാസക്കാലം ലഭിക്കുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങാനും ഭൂഗർഭത്തില് വർഷജലം നിറയ്ക്കാനും നമുക്ക് സാധിക്കണം. പ്രകൃതി കനിഞ്ഞരുളി നൽകിയിരിക്കുന്ന ആ വർഷജലം നമ്മുടെ തന്നെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ നമ്മളുടെ വീട്ടിലെ പുരയിടത്തില് അതിറങ്ങി ഭാവിയിൽ വേനൽക്കാലത്ത് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സംഭരിച്ചു വയ്ക്കാനും കഴിയുന്നത്രയും വെജിറ്റബിൾസ് വൃക്ഷങ്ങളെല്ലാം നടാനും വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യണം. അതുകൂടാതെ കേരളത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്ന രാമായണം, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്കും നമ്മളുടെ കുടുംബാംഗങ്ങൾക്കും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. രാമായണം ത്രേതായുഗത്തിൽ എഴുതിയതാണ്. 24,000 ശ്ലോകങ്ങളുള്ള ആദികാവ്യമാണ്. കാട്ടാളനായ രത്നാകരൻ തൻ്റെ നീചകർമ്മങ്ങള് വേണ്ടെന്ന് വെച്ച് മഹർഷിയായി മാറി എഴുതിയ മര്യാദാ പുരുഷോത്തമന്റെ ചരിത്രമാണ്. രാമായണത്തില് ഉപദേശങ്ങളും അനുഭവങ്ങളുമാണ് ഉള്ളത്. രാമായണത്തില് കഥകളില്ല. രാമായണം എന്ന പേര് തന്നെ ഉണ്ടായത് നിങ്ങൾക്കറിയാം, സൂര്യൻ വടക്കോട്ട് പോകുന്ന പ്രക്രിയയ്ക്ക് ഉത്തര അയനം, ഉത്തരായണം എന്ന് പറയും. സൂര്യൻ തെക്കോട്ട് വരുന്നത് ദക്ഷിണ അയനം, ദക്ഷിണായനം. ആയുർവേദ മരുന്നുകൾ രസരൂപത്തില്, ആക്റ്റീവ് കോമ്പോണന്റുകളായിട്ട് രസരൂപത്തില് നമ്മളുടെ ശരീരത്തിലേക്ക് പോകാൻ തയ്യാറാക്കുന്നത് രസ അയനം, രസായനം. നമ്മൾ സാധാരണ മനുഷ്യരായി തന്നെ ജീവിച്ചുകൊണ്ട് അവതാരത്തിൻ്റെ ലെവലിലേക്ക് ഉയരാൻ വേണ്ടി എഴുതിയ, മനുഷ്യരായി ജീവിച്ചുകൊണ്ട് അവതാരങ്ങളുടെ ലെവലിലേക്ക് ഉയരാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് അയനം, രാമായണം. രാമനുമായി ബന്ധപ്പെട്ട 20 ചരിത്ര പുരുഷന്മാരാണ് രാമായണത്തിലുള്ളത്. രാമനുമായി ബന്ധപ്പെട്ട 20 ചരിത്ര പുരുഷന്മാരാണ് രാമായണത്തിലുള്ളത്. നിങ്ങൾക്കറിയാം, ദശരഥനുണ്ട്. ദശരഥൻ കൈകേയി, കൗസല്യ, സുമിത്ര, രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, രാമന്റെ ധർമ്മപത്നി സീത, പ്രാമുഖ്യമുള്ള ക്യാരക്ടറായിട്ട് വസിഷ്ഠൻ. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ ഹനുമാൻ, ബാലി, സുഗ്രീവൻ, രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, മണ്ഡോദരി, അതുപോലെ തന്നെ ജഡായു, ശബരി, അഹല്യ. 20 ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പുരുഷന്മാര് രാമായണത്തിലുണ്ട്. അവര് ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവർക്കുണ്ടായ അനുഭവം നമുക്കുണ്ടാവും എന്നുള്ള പാഠമാണ്
നമ്മൾ രാമായണത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. MBA പഠിപ്പിക്കുമ്പോൾ ഏത് സ്ഥാപനമായാലും വലിയ വലിയ കമ്പനികളല്ലേ, ജനറൽ ഇലക്ട്രിക്കൽ കമ്പനി, IBM കമ്പനി, അതുപോലെ തന്നെ ഡെൽ കമ്പ്യൂട്ടർ സിസ്റ്റം, ഇൻഫോസിസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടൊയോട്ട കമ്പനിയുടെ, ഫോർഡ് കമ്പനിയുടെ, അതുപോലെ സ്റ്റീവ് ജോബ്സിൻ്റെയും ഇവരുടെ എല്ലാവരുടെയും കമ്പനികളുടെയും അതിനെ ആ കമ്പനിയാക്കി മാറ്റിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, ചെയർമാൻ, MD, ജനറൽ മാനേജർ, ഇവരുടെ എല്ലാവരുടെയും ജീവിതാനുഭവങ്ങളാണ് MBAക്ക് പഠിപ്പിക്കാറുള്ളത്. എന്തിനാ അത് പഠിപ്പിക്കാറുള്ളത്? അവരെ പോലെ ജീവിതത്തിൽ വളരാനും ഉയരാനും ഉണരാനും അവരുടെ കർമ്മമണ്ഡലത്തെ അവരെങ്ങനെയാണോ ധന്യമാക്കിയത്, അതേപോലെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കർമ്മമണ്ഡലത്തെയും ധന്യമാക്കാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലെ നന്മ തിന്മകൾ നമ്മൾ പഠിക്കുന്നത് നന്നായിരിക്കും. അവരുമായി ബന്ധപ്പെട്ടവർക്ക് കൊടുത്ത നന്മ നിറഞ്ഞ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നത് നന്നായിരിക്കും. അപ്പൊ യഥാർത്ഥത്തിലെ രാമായണത്തിൽ നിന്ന് പഠിക്കാനുള്ള ആയിരക്കണക്കിന് അനുഭവങ്ങളും ആയിരക്കണക്കിന് ഉപദേശങ്ങളിൽ നിന്നും ചെറിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ആലോചിച്ചു നോക്കാം. ദശരഥൻ ഈ ഇന്ദ്രന് വേണ്ടി യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ കൈകേയിയെ കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ഒരു ചക്രവർത്തിയും ഒരു രാജാവും യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകാറില്ല. ഇവിടെ സാധാരണ പതിവില്ലാത്ത ഒന്ന് ദശരഥൻ ചെയ്തു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. തൻ്റെ രഥത്തിനൊരു പ്രശ്നം വന്നപ്പോൾ കൈകേയിയുടെ സഹായം കിട്ടി. അതുകൊണ്ടൊരു ദോഷമുണ്ടായി. ഈ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ കൈകേയിയെ ദശരഥൻ അഭിനന്ദിച്ചു. അപ്പൊ ഏത് വ്യക്തിയെയും അഭിനന്ദിക്കുന്നതിൽ ഒതുക്കാമായിരുന്നു. പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയായ കൈകേയിക്ക് അതിനേക്കാൾ കൂടുതലൊന്നും ഓഫർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സന്തോഷത്തിൻ്റെ തിമർപ്പില് കൈകേയിക്ക് 2 വരം കൊടുത്തു. നമുക്ക് വേണ്ടപ്പെട്ട ഏത് വ്യക്തിയാണെങ്കിലും നന്മകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്ന സമയത്ത് വരും വരായികകൾ കൂടി ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. അതൊന്നും ചിന്തിക്കാതെ 2 വരം കൈകേയിക്ക് കൊടുത്തു. കൈകേയി അത് പിന്നീട് സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. നിങ്ങൾ ജീവിതത്തിൽ ആർക്ക് എന്ത് വരം കൊടുത്താലും എന്ത് വാഗ്ദാനം ചെയ്താലും ശ്രദ്ധിക്കുക, പിന്നത്തേക്ക് എന്ന് പറഞ്ഞാൽ അതൊന്നും വെക്കരുത്. അപ്പപ്പ തീർക്കാനുള്ളത് അപ്പപ്പ തീർത്തില്ലെങ്കിൽ ദശരഥന് ഹാർട്ട് അറ്റാക്ക് വന്ന് പിന്നീട് മരിക്കേണ്ടി വന്നതുപോലെ നമുക്കും അത് സംഭവിക്കും. കൈകേയി വളരെ നല്ല സ്ത്രീയാ. കേകയ രാജാവിൻ്റെ പ്രിയപുത്രി. സൈന്യങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള പരിശീലനം പോലും കൊടുക്കുന്ന കൈകേയി ദശരഥന് പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ പിന്നീടാണ് മന്ദരയുടെ ഉപദേശം കൊണ്ട് കൈകേയി മാറിയത്. എന്ത് മനസ്സിലാക്കി നമ്മൾ? എല്ലാവരും എക്കാലത്തും നല്ലവരായിരിക്കണമെന്നില്ല, എല്ലാവരും എക്കാലത്തും ചീത്തവരുമായിരിക്കണമെന്നില്ല. ദേശവും കാലവും മാറുന്നതിനനുസരിച്ച് പലരുടെയും പ്രവൃത്തിയിലും സ്വഭാവത്തിലും വീക്ഷണത്തിലുമെല്ലാം മാറ്റമുണ്ടായേക്കാം. കൈകേയി നല്ല സ്ത്രീയാണ്, പക്ഷെ കൂട്ടുകെട്ട് മന്ദരയാണ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ഭർത്താവ്, ഭാര്യ, മകൻ, മകള്, സഹോദരൻ, സഹോദരി, അച്ഛൻ, അമ്മ ഇവരൊക്കെ നല്ലവരായിരിക്കാം. പക്ഷെ അവര് നല്ലവരായതുകൊണ്ട് മാത്രം കാര്യം ഭംഗിയാവില്ല. അവരുടെ കൂട്ടുകെട്ട് കൂടി നല്ലതല്ലെങ്കിൽ കൈകേയിക്ക് സംഭവിച്ചത് സംഭവിക്കും. ഈ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും, അതില് ഭരതനും ശത്രുഘ്നനും ഗൗഹാട്ടിയില് അമ്മാവന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ദശരഥൻ രാമന്റെ യുവരാജ പട്ടാഭിഷേകം നടത്താൻ തീരുമാനിച്ചത്. എന്തായിരുന്നു? കൈകേയിക്ക് പണ്ട് 2 വരം കൊടുത്തത് ഇപ്പോ കൈകേയി ചോദിക്കുമോ എന്നൊരു ഭയമായിരുന്നു ദശരഥന് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? പണ്ട് ചെയ്ത പലതും ഇന്നത്തെ നമ്മുടെ പ്രശ്നത്തിന് കാരണമാവുന്നു. ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും പലർക്കും ഇന്ന് പ്രശ്നത്തിന് കാരണമാകുന്നു. ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും പറയേണ്ടിയിരുന്നത് പറയാത്തതും പലർക്കും ഇന്നത്തെ ജീവിതത്തിലെ പ്രശ്നമാവുന്നു. അതാണ് ദശരഥന് സംഭവിച്ചത്. അപ്പൊ ദശരഥൻ
കൈകേയിയുടെ വാക്കുകള് ഭയത്തോടുകൂടി കേട്ടിട്ട് പെട്ടെന്ന് ഈ രാമന്റെ യുവരാജ പട്ടാഭിഷേകം നടത്താൻ തീരുമാനിച്ചു. ഒരു കാര്യം ഉറപ്പാ, ഭയത്തോടുകൂടി, കൺഫ്യൂഷനോടുകൂടി, ധാരണകളോടുകൂടി, മുൻവിധികളോടുകൂടി ആര് എന്ത് ചെയ്താലും അതെല്ലാം പ്രശ്നമായി തീരും. ഒരു പക്ഷേ ഭരതൻ ഈ അയോധ്യയിൽ ഉണ്ടായിരുന്നു എങ്കിൽ രാമന് കാട്ടിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല. കൈകേയി ഭരതനെ രാജാവാക്കാൻ പറയുകയും ഉണ്ടാവുമായിരുന്നില്ല. കാരണം ഭരതൻ അവിടെയുണ്ട്, എതിർക്കുകയും ചെയ്യും. അപ്പോ ചിലരുടെ അസാന്നിധ്യത്തില്, ചിലരില്ലാത്തപ്പോ, ചിലരറിയാതെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ധൃതി പിടിച്ച് കൺഫ്യൂഷനിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മാത്രമല്ല, ശ്രീരാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ശ്രീരാമൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. വസിഷ്ഠൻ അതിനെ എതിർത്തു, കൗസല്യ എതിർത്തു, ഊർമിള എതിർത്തു, അതുപോലെ തന്നെ പ്രജകൾ എതിർത്തു, ലക്ഷ്മണൻ എതിർത്തു. എല്ലാവരും രാമനോട് എതിർത്തുകൊണ്ടുള്ള തൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ രാമൻ ഒരു പുത്രൻ എന്ന നിലയിൽ രാജാവായിട്ട് അഭിഷിക്തനാവാത്തത് കൊണ്ട് ഒരു മകൻ അച്ഛൻ്റെ ഉപദേശം എപ്രകാരമാണോ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കാൻ മാതൃകാ പുത്രനായി തീർന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടു. രാമൻ അവനവന്റെ തീരുമാനം ഒറ്റയ്ക്കെടുത്തു. നമ്മളും ജീവിതത്തിൽ ചെയ്യേണ്ടത് ഇതാണ്. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എല്ലാവരുടെ അടുത്തും അഭിപ്രായങ്ങൾ ചോദിക്കണം. ആ അഭിപ്രായത്തിലെ എല്ലാം എടുക്കണമെന്നല്ല, വേണ്ടതെടുക്കാൻ നമുക്ക് അവസരം ലഭിക്കുന്നു മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും. രാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ എന്തിനാ കാട്ടിലേക്ക് പോകുന്നത്, പോവാതിരുന്നൂടെ എന്ന് കൗസല്യ അമ്മ രാമനോട് ചോദിച്ചപ്പോ രാമൻ സ്വയം ഒരു പുത്രന്റെ ധർമ്മം, ഒരു മകന്റെ ധർമ്മം അമ്മയ്ക്ക്, കൗസല്യയ്ക്ക് വിവരിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാനും നിങ്ങളുമെല്ലാം നമ്മളുടെ ധർമ്മത്തെക്കുറിച്ച് ബോധവാന്മാരാകണമെന്ന് രാമൻ വിവരിച്ചു കൊടുക്കാൻ. രാമന്റെ കൂട്ടത്തില് സീതയും കാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. ശ്രീരാമൻ സീതയോട് പറഞ്ഞു, നീ കാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. അപ്പൊ സീതാദേവി പറഞ്ഞു, എൻ്റെ അച്ഛൻ ജനക മഹാരാജാവ് എൻ്റെ വലത്തെ കയ്യ് അങ്ങയുടെ വലത്തെ കയ്യിൽ വെച്ച് പാണിഗ്രഹണം ചെയ്ത് തന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു വരിയുണ്ട്, രാമന്റെ ദുഃഖമാണ് നിന്റെ ദുഃഖം, രാമന്റെ സുഖമാണ് നിന്റെ സുഖം. രാമൻ നടക്കുന്ന വഴിയിലുള്ള കല്ലും മുള്ളും മാറ്റി രാമന്റെയും നിന്റെയും ജീവിതം ധന്യമാക്കാനാണ് ഞാൻ നിന്നെ രാമന്റെ കൂടെ അയക്കുന്നത്. അത് എൻ്റെ അച്ഛൻ നിങ്ങളോടും എന്നോടും പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? രാമനില്ലാത്ത അയോധ്യയിലെ സീത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാ രാമനെ സീതാരാമൻ എന്നറിയപ്പെടുന്നത്. രാമന്റെ പേരിന്റെ മുമ്പില് രാമന്റെ ഭാര്യയുടെ പേരാണ്. നമ്മളുടെയൊക്കെ അങ്ങനെയല്ലല്ലോ. നമ്മളുടെ ഭാര്യയുടെ പേരിന്റെ കൂട്ടത്തിലല്ലേ, ഭാര്യയ്ക്ക് ഭാര്യയുടെ പേരിന്റെ കൂട്ടത്തിൽ ആ ഭർത്താവിന്റെ പേര് വരിക. എൻ്റെ ഭാര്യയുടെ പേര് രുക്മിണിയാണ്, അവൾ എഴുതുന്നത് രുക്മിണി ഗോപാലകൃഷ്ണൻ എന്നാണ്. ഞാൻ രുക്മിണി ഗോപാലകൃഷ്ണൻ എഴുതാറില്ല. എൻ്റെ പേര് രുക്മിണി ഗോപാലകൃഷ്ണൻ എന്നല്ല, ഗോപാലകൃഷ്ണൻ എന്നാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, രാമന്റെ പേരെന്താണ്? സീതാരാമൻ. ഭാര്യയുടെ പേരാണ് ആദ്യം വന്നത്. അത്രയും പ്രാധാന്യമുള്ള സീത ഈ കാട്ടിൽ നടക്കുമ്പോൾ എന്നും ഭാരതത്തിലെ സ്ത്രീകൾ ഭർത്താവിനേക്കാൾ ഒരടി പുറകിലാണ് നടക്കാറുള്ളത്. രാമന്റെ 14 വർഷത്തെ വനയാത്രയില് സീത രാമന്റെ മുമ്പിലാണ് നടന്നിരുന്നത്. ഭർത്താവിനെ സംരക്ഷിക്കാനുള്ള ധീര വനിതയുടെ ലക്ഷണമായിട്ട് അത് എടുക്കാൻ സാധിക്കും. മാത്രമല്ല, രാമൻ 14 വർഷത്തിൽ ഒരു ദിവസം പോലും വിശ്രമിച്ചിട്ടില്ല. തൻ്റെ യാത്രയിലുടനീളം ഈ രാജ്യത്തെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും ഓരോ ആശ്രമത്തില് താമസിച്ച് പിന്നെ യാത്ര ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാനാണ് രാമനും സീതയും ലക്ഷ്മണനും ഉപയോഗിച്ചത്. മാത്രമല്ല, ഓരോ സമയത്തും ലക്ഷ്മണനെ രാമൻ നല്ല രീതിയിൽ ഉപദേശിച്ചിരുന്നു. ശരിക്ക് രാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് കൈകേയി നിർദ്ദേശിച്ചപ്പോൾ ലക്ഷ്മണൻ വികാരത്തിമർപ്പില് അച്ഛനെ വധിക്കാൻ വരെ പോയി. അപ്പൊ രാമൻ ലക്ഷ്മണന് ഉപദേശം നൽകുന്നുണ്ട്. അതിൻ്റെ പേരാണ് ലക്ഷ്മണോപദേശം. വികാരമല്ല ലക്ഷ്മണ ജീവിതത്തെ ധന്യമാക്കുന്നത്, വിചാരങ്ങളാണ്. അതുകൊണ്ട് വികാരത്തിന് അടിമപ്പെടരുത് എന്ന് വിവരിച്ചുകൊണ്ട് ലക്ഷ്മണോപദേശം നൽകുന്നുണ്ട്. രാമനും ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വസിഷ്ഠൻ, ധർമ്മശാസ്ത്രം എഴുതിയ വസിഷ്ഠ മഹർഷി രാമനോട് പറയുന്നുണ്ട്,
നിന്നോട് മാത്രമേ അച്ഛൻ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുള്ളൂ, സീതയോട് പറഞ്ഞിട്ടില്ല. നിന്റെ പ്രതിനിധിയായി സീത ഈ കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിലെ സിംഹാസനത്തിലിരുന്ന് ഭരിക്കട്ടെ എന്ന് വസിഷ്ഠൻ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഇന്നും അമേരിക്കയിൽ ഒരു സ്ത്രീ പ്രസിഡന്റിനെ കുറിച്ച് അമേരിക്കക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു വനിത അമേരിക്കയിൽ പ്രസിഡന്റ് ആവുന്നതിനെ കുറിച്ച് അമേരിക്കക്കാർക്ക് ഇന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ത്രേതായുഗത്തില് രാമന്റെ സിംഹാസനത്തിലിരുന്ന് സീത ഭരിക്കട്ടെ എന്ന് പറയാൻ ഈ ധർമ്മശാസ്ത്രം എഴുതിയ കുലഗുരുവായ വസിഷ്ഠന് പറയാൻ സാധിച്ചു. ഭാരതത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം നോക്കാം. ശ്രീരാമൻ കാട്ടിലൂടെ നടന്ന് ഹനുമാനുമായിട്ട് പരിചയപ്പെട്ട ഹനുമാനെ കുറിച്ച് ലക്ഷ്മണൻ വിവരിക്കുന്നുണ്ട്. ധന്യനായൊരു വ്യക്തി, നന്മകൾ നിറഞ്ഞൊരു വ്യക്തി, നല്ല ഗ്രാമർ വ്യാകരണ ശുദ്ധിയോടുകൂടി സംസാരിക്കുന്ന വ്യക്തി, ചിന്തിച്ച് സംസാരിക്കുന്ന വ്യക്തി. ആ ഹനുമാനെ കുറിച്ച് ലക്ഷ്മണൻ രാമനോട് വിവരിക്കുന്ന വരികൾ കേട്ടാൽ ശരിക്കും ഹനുമാൻ കുരങ്ങനല്ല, വനനരൻ എന്ന് പറയുന്ന കുറച്ചും കൂടി നല്ല സംസ്കാരമുള്ള, പൂണൂലുള്ള, ബ്രാഹ്മണ്യമുള്ള, നല്ല ചൈതന്യമുള്ള കിഷ്കിന്ധയിലെ ഒരാൾ. അപ്പൊ ശരിക്ക് ഹനുമാൻ എന്ന വാക്ക് മലേഷ്യൻ ഭാഷയിൽ ആൻഡമാൻ എന്നാണ്. അപ്പൊ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ നിന്ന് ഹനുമാൻ വന്നത് തന്നെ ദക്ഷിണ ഭാരതത്തിലേക്ക്. അപ്പോ ആ ഹനുമാൻ ശരിക്ക് ബാലി സുഗ്രീവന്മാരുടെ നന്മതിന്മകളെ നിയന്ത്രിച്ചിരുന്ന ആൾക്കാരാണ്. ബാലിയും സുഗ്രീവനും തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നു. ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ യുദ്ധം ചെയ്താൽ പുറത്തു നിന്ന് വന്നവരായിരിക്കും അതിനെ ചൂഷണം ചെയ്യുന്നത് എന്ന് ഉറപ്പാണ്. അതാണ് നമുക്ക് മധുരാപുരി പാണ്ഡ്യവംശത്തില് വീരപാണ്ഡ്യ കെട്ടബൊമ്മനും സുന്ദരപാണ്ഡ്യ കെട്ടബൊമ്മനും തമ്മിൽ യുദ്ധം ചെയ്തു. ആരാ ചെയ്യിച്ചറിയോ? പുറത്തു നിന്ന് വന്ന മല്ലിക് കഫൂർ, ഡൽഹിയിൽ നിന്ന് വന്ന മല്ലിക് കഫൂർ ഈ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള വഴക്ക് വളരെയധികം അങ്ങോട്ട് കൂട്ടി അവരെ തമ്മിൽ യുദ്ധം ചെയ്യിച്ച് അതിലൊരാളെ കൊന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ എല്ലാ സ്വത്തുക്കളും 20,000 ഒട്ടകത്തിന്റെ പുറത്ത് വെച്ചിട്ടാണ് ഡൽഹിയിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് സുന്ദരപാണ്ഡ്യനെയും അയാൾ കൊല്ലുകയും ചെയ്തു. യഥാർത്ഥത്തില് ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ള ബന്ധം രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ പോലെ ആയിരിക്കണമെന്നും അതുപോലെ തന്നെ ബാലി സുഗ്രീവന്മാരെ പോലെ ആകരുതെന്നും കാണിക്കാൻ ഈ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം നടന്നു. അതില് പുറത്തു നിന്ന് വന്ന രാമൻ ബാലിയെ നിഗ്രഹിച്ചു. ആ ബാലിയോട് ബാലിയുടെ ഭാര്യയായ താര പറയുന്ന വരികളുണ്ട്. ആ മകനെ, ബാലിയുടെ മകനായ അംഗദനെ അടുത്ത് നിർത്തിയിട്ട് താര ബാലി കേൾക്കെ പറയുന്നുണ്ട്, നീ നിന്റെ അച്ഛനെ പോലെ ധീരനാവണം, വീരശൂര പരാക്രമിയാവണം, നല്ല രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിവുള്ളവനാവണം, നീ ശക്തനാവണം, കൈലാസത്തെ പോലും അമ്മാനമാടിക്കാൻ കഴിവുള്ള ആ രാവണനെ തൻ്റെ വാലിൽ ചുരുട്ടിയവനെ പോലെ കപ്പാസിറ്റി ഉള്ളവനാവണം. പക്ഷേ നിന്റെ അച്ഛൻ ചെയ്ത അധാർമികമായിട്ടുള്ള പ്രവൃത്തികൾ നീ ഒരിക്കലും ചെയ്യരുത്. നിന്റെ അച്ഛൻ അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിരുന്നു. സ്വന്തം അനുജന്റെ ഭാര്യയെ സ്വീകരിക്കുകയും അനുജനെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തതുപോലെ നീ ചെയ്യരുത്. നീ ഇന്നു മുതൽക്ക് നിന്റെ അച്ഛന്റെ അനുജനായ സുഗ്രീവന്റെ കൂടെ യുവരാജാവായിട്ട് വാണരുള്ളണം. ഇത് ഒരു അമ്മയുടെ ഉപദേശമാണ്. ഒരു അമ്മ എത്ര കപ്പാസിറ്റി ഉള്ളവരാവണമെന്ന് താരയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ആ താര ശ്രീരാമനോട് ശരിക്ക് കയർക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവായിട്ടുള്ള ബാലി അങ്ങയുടെ ശത്രുവല്ലല്ലോ, അങ്ങയ്ക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ലല്ലോ, അങ്ങയെ എതിർത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിന് അങ്ങന്റെ ഭർത്താവിനെ കൊന്നു? ബാലി ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടില്ല, എന്തിന് അങ്ങ് എന്നെ മരത്തിന്റെ മറവിൽ ഒളിഞ്ഞു നിന്ന് എന്നെ എയ്തു? ഇപ്പൊ രാമൻ ധർമ്മത്തെക്കുറിച്ച് ബാലിയോട് പറയുന്നുണ്ട്. ആ ബാലി അതൊന്നും സ്വീകരിക്കുന്നില്ല. അന്ത്യത്തിൽ ബാലി പറയുന്നു, അങ്ങ് ചെയ്തത് ശരിയായില്ല. അവതാരമായ രാമൻ, ദശരഥന്റെ പുത്രനായ രാമൻ, അയോധ്യാവാസിയായ രാമനിൽ നിന്ന് ഈ അധർമ്മം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് ശ്രീരാമൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് നീ ഇപ്പോഴും ഇന്നും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിന്
തിരിച്ച് നിനക്ക് എന്നെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അടുത്ത ജന്മത്തില് ഞാൻ കൃഷ്ണനായിട്ട് വരുമ്പോൾ നീ ഒരു വേടനായിട്ട് വന്ന് ഇതേപോലെ മരത്തിന്റെ മറവിലിരുന്നോണ്ട് എന്നെ അമ്പെയ്യുകയും ആ അസ്ത്രത്തില് എൻ്റെ ഈ ലോകത്തിലെ ജീവിതം, കൃഷ്ണനായിട്ടുള്ള ജീവിതം അവസാനിക്കുകയും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ലോകത്ത് നിന്ന് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്യും. ബാലി, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് ശ്രീരാമൻ പറയുന്നുണ്ട്. ഇപ്പൊ ഏത് വലിയ മനുഷ്യനാണെങ്കിലും അവതാരമാണെങ്കിലും തെറ്റാണെന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ശ്രീരാമനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ രാവണന്റെ ജീവിതം ആലോചിച്ച് നോക്കാം. രാവണൻ വീരശൂര പരാക്രമിയാണ്. 10 തലയുടെ കപ്പാസിറ്റി ഉള്ളവരാണ്. രാക്ഷസ കുലത്തിൽ ജനിച്ച ആളാണ്. 4 വേദങ്ങളും 6 വേദാംഗങ്ങളും പഠിച്ച ആളാണ്. പക്ഷെ ഒരു കുഴപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ് സീതയെ അപഹരിച്ചത്. എന്ത് മനസ്സിലാക്കി നമ്മൾ രാമായണത്തിൽ നിന്ന്? ഈ ലോകത്തിലെ എത്ര വലിയവനാണെങ്കിലും, എത്ര ചെറിയവനാണെങ്കിലും, എത്രയെല്ലാം കപ്പാസിറ്റി ഉള്ളവനാണെങ്കിലും ചില പരിമിതികൾ അയാൾക്ക് ഉണ്ടാവും. ഒരു ഇന്ത്യൻ പ്രസിഡന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇന്നില്ല. ഈ ഭാരതം മാത്രമല്ല, ലോകം മുഴുവനും ആരാധിച്ചിരുന്ന ഒരു ഇന്ത്യൻ പ്രസിഡന്റ്. അദ്ദേഹം ഇപ്പൊ ഇല്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ ലൈബ്രറിയൻ പറഞ്ഞത്, ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ തത്വശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ എഴുതിയ പുസ്തകം ലൈബ്രറിയിൽ നിന്ന് ആ മനുഷ്യന് തന്നെ കൊടുത്തത്, ഇന്ത്യൻ പ്രസിഡന്റിന് കൊടുത്തത്. അപ്പൊ നമുക്ക് ആ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് കേട്ടിടത്തോളം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ലോകത്തിൽ ഉണ്ടാവില്ല. ആ മനുഷ്യന്റെ ജന്മദിനത്തെ നമ്മൾ അധ്യാപക ദിനമായിട്ട് പോലും സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ആ വ്യക്തിയുടെ മകൻ അച്ഛനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം വായിച്ചാൽ നമുക്ക് ആ ഇന്ത്യൻ പ്രസിഡന്റിനോട് തോന്നുന്ന എല്ലാ ബഹുമാനവും ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഇല്ലാണ്ടാവും. അത്രയും മോശമായിട്ടാണ് മകൻ അച്ഛന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്താ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? എത്ര പ്രഗത്ഭനാണെങ്കിലും, പണ്ഡിതനാണെങ്കിലും, പ്രസിദ്ധനാണെങ്കിലും ശരി, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവും. കുഴപ്പങ്ങളില്ലാത്തവരാരുമില്ല. ആ രാവണൻ ചെയ്ത തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച ഭാര്യ മണ്ഡോദരി ശരിക്ക് പഞ്ചകന്യകളുടെ ലെവലിലേക്ക് ഉയർന്നു. അഹല്യ, ദ്രൗപദി, സീത, താരാ, മണ്ഡോദരി തഥാ പഞ്ചകന്യാ സ്മരേ നിത്യം ഏതത് പാപവിനാശനം. ഇപ്പോ മണ്ഡോദരി, അസുരന്റെ, രാക്ഷസന്റെ ഭാര്യയായ മണ്ഡോദരി ഇന്ന് ഭാരതം മുഴുവനും സ്മരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിൽ നിന്ന് കുംഭകർണൻ ജ്യേഷ്ഠനെ പോലെ ഈ ലോകത്തിൽ നിന്ന് മൃഗീയമായ രീതിയിൽ മരണത്തെ വരിക്കേണ്ടി വന്നു. ജ്യേഷ്ഠൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിൽ നിൽക്കാത്ത വിഭീഷണന് 10-40 കൊല്ലം ശ്രീലങ്ക ഭരിക്കാനുള്ള ഭാഗ്യം കിട്ടി. മാത്രമല്ല, അദ്ദേഹം ചിരഞ്ജീവികളുടെ ലിസ്റ്റിൽ പെടുകയും ചെയ്തു. ഏത് കുലത്തിലാണ് ജനിച്ചതെന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, ഏത് തരത്തിലുള്ള പ്രവർത്തികളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ അശ്വത്ഥാമ, ബലിവ്യാസോ, ഹനുമംശ്ച വിഭീഷണ, കൃപ, പരശുരാമശ്ച സപ്തൈതി ചിരജീവന. ഒരു വിഭീഷണനുണ്ട്. രാക്ഷസകുലത്തിൽ ജനിച്ച വിഭീഷണന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ ഷഷ്ട്യബ്ദ പൂർത്തിക്കും ശതാഭിഷേകത്തിനും ദീർഘായുസ് ഉണ്ടാവാനുള്ള ഹോമം നടത്തുന്നത്. വിഭീഷണായ നമഃ എന്ന് പറഞ്ഞിട്ട് ഹോമത്തിൽ മന്ത്രമുണ്ട്. അപ്പോ രാവണന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി സീതാദേവിയെ രാവണൻ അപഹരിച്ചു. സീതാദേവിക്ക് ഒരു ലക്ഷ്മണരേഖ ലക്ഷ്മണൻ വരച്ചു എന്ന് ചില രാമായണത്തിലുണ്ട്, എല്ലാ രാമായണത്തിലൊന്നുമില്ല. സീതാദേവി ആ ലക്ഷ്മണരേഖ ലംഘിച്ചു. ഞാനും നിങ്ങളെ എന്താ ഇതിൽ നിന്നാണുള്ളത്? ഈ ലോകത്തിലെ എനിക്ക് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഒരു ലക്ഷ്മണരേഖയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ലക്ഷ്മണരേഖയുണ്ട്, എൻ്റെ മകൾക്കുണ്ട്. ഞാൻ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയിലെ മാനേജർക്കും ഡയറക്ടർക്കും സിഇഒക്കും ഓരോ പൗരനും ഓരോ അധ്യാപകനും ഓരോ മാനേജർക്കും ഓരോ മന്ത്രിക്കും ഓരോ MLAക്കും ഓരോ MP ക്കും ലക്ഷ്മണരേഖയുണ്ട്. അവര് ലക്ഷ്മണരേഖ കടക്കുമ്പോഴാണ്
പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. നിങ്ങൾ ടൈംസ് നൗ, ഹെഡ്ലൈൻസ് ടുഡേ, CNN, IVN ചാനലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓരോ വ്യക്തി, അത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആണെങ്കിലും ശരി, അതല്ല നമ്മുടെ കേരളത്തിലെ യുവമന്ത്രി ആണെങ്കിലും ശരി, സോളാർ തട്ടിപ്പിൽ പങ്കെടുത്തവരാണെങ്കിലും ശരി, പ്രതിപക്ഷ നേതാവാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരിയാണ്, അവനവനുള്ള ലക്ഷ്മണരേഖ ലംഘിക്കുമ്പോഴാണ് അവർക്കെല്ലാം പ്രശ്നം വരുന്നത്. ഇത് സീതാദേവിയുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് എടുക്കാനേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നവരെ സഹായിക്കാൻ ധാരാളം വ്യക്തികൾ വരും എന്നുള്ളതിന് തെളിവാണ് ഈ ജടായുവിൻ്റെ രാമനുമായിട്ടുള്ള സംഗമം. ഈ ശബരിയുടെ ജീവിതം നോക്കാം. ഏറ്റവും താഴ്ന്ന ഒരു സിമ്പിൾ ജീവിതം, കാട്ടാള സ്ത്രീയെ പോലെ ജീവിച്ച ആ സ്ത്രീക്ക് പോയി ഉത്കടമായ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ രാമനെ പോലും, അവതാരത്തെ പോലും തൻ്റെ വീട്ടിലേക്ക് വരുത്താൻ സാധിക്കും, തനിക്ക് ഉയരാൻ സാധിക്കും. അതിന് വിദ്യാഭ്യാസമോ സമ്പത്തോ പദവിയോ പേരോ അല്ല വേണ്ടത്, മനസ്സാണ് വേണ്ടത്. ശ്രീരാമന്റെ പാദസ്പർശം കൊണ്ട് ഒരു കല്ല് ശരിക്ക് ഒരു സ്ത്രീയായി മാറി. കഥയാവട്ടെ സംഭവമാവട്ടെ, എന്തായാലും കല്ലൊരു സ്ത്രീയാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ രാമന്റെ പാദസ്പർശം കൊണ്ട് ഭൂമി ചൈതന്യവത്തായ ഒരു സ്ത്രൈണഭാവം പ്രാപിച്ചു എന്ന് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് മാറ്റാം. ഏതായാലും കുഴപ്പമില്ല. ശ്രീരാമൻ അയോധ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ലങ്കയിലെ അധിപതിയായിട്ട് രാവണ നിഗ്രഹത്തിന് ശേഷം വിഭീഷണനെ അവരോധിച്ചു. അപ്പൊ ലക്ഷ്മണൻ രാമനോട് പറയുന്നുണ്ട്, ഇത്രയും ഭംഗിയുള്ള ലങ്ക, അത് നമുക്ക് കോസല രാജ്യത്തിന്റെ കീഴില്, അയോധ്യയുടെ കീഴിലേക്ക് ആക്കുന്നതല്ലേ നല്ലത്. അപ്പൊ രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. അല്ലയോ ലക്ഷ്മണ, ഈ ലങ്ക വിഭീഷണന് അവനവന്റെ അമ്മയും അവനവന്റെ ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കേണ്ട ആവശ്യമില്ല. വിഭീഷണൻ അവകാശപ്പെട്ടത് വിഭീഷണൻ തന്നെ ഭംഗിയായിട്ട് ഭരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവനവൻ അർഹതപ്പെട്ടത് അവനവന് കൊടുത്തേക്കണം, നമ്മളതെടുക്കുകയല്ല വേണ്ടത് എന്ന് അവിടെ തെളിയിച്ച് ശ്രീരാമൻ സേതുബന്ധനം നടത്തിയപ്പോ കുറെ കൊരങ്ങന്മാരുടെ സഹായമാണ് സ്വീകരിച്ചത്. അത് വാനരന്മാരോ വനനരന്മാരോ ആരുമാവട്ടെ, ഒരു കാര്യം ഉറപ്പാ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സാധിക്കില്ല. പലരുടെയും നമ്മളെക്കാൾ താഴെയുള്ളവരുടെയും നമ്മളെക്കാൾ മുകളിലുള്ളവരുടെയും നമ്മളുടെ കൂട്ടത്തിലുള്ളവരുടെയും എല്ലാവരുടെയും സഹായം വേണം. അങ്ങനെ ഉള്ളപ്പോൾ വിഭീഷണൻ രാമനോട് പറഞ്ഞു, ലങ്ക ആക്രമിച്ച് രാവണനെ കീഴ്പ്പെടുത്തി സീതയെ തിരിച്ചെടുക്കാൻ ഞാൻ ഹേ രാമ അങ്ങയെ സഹായിക്കാമെന്ന് വിഭീഷണൻ പറഞ്ഞു. അപ്പൊ രാമൻ വിഭീഷണനോട് പറഞ്ഞു, നീ ഒരു കാരണവശാലും നിന്റെ രാജാവിനെതിരെ, നിന്റെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യരുത്. അത് നിന്റെ രാജ്യമാണ്. അതുകൊണ്ട് നിന്റെ രാജ്യത്തിനെതിരെ പുറത്തുനിന്ന് വന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യരുത് എന്ന് വിഭീഷണനെ ഉപദേശിച്ച് ലങ്കയെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാൻ വിഭീഷണനെ അനുവദിക്കാതെ വിഭീഷണനെ മാറ്റി നിർത്തി. അതുപോലെ തന്നെ നോക്കാം, രാവണന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു ത്രിജട. ആ ത്രിജട സീതാദേവിയുടെ കൂട്ടത്തിൽ എന്നും ആശ്വസിപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നു. എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എത്ര തിന്മ നിറഞ്ഞവരുടെ കൂട്ടത്തിലും നന്മയുള്ളവരുണ്ടാവും. എത്ര തിന്മ നിറഞ്ഞവരുടെ കൂട്ടത്തിലും നന്മ നിറഞ്ഞവരുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ രാമായണം എന്ന ആ ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്തില് ശ്രീരാമനും ജാംബവാനും അതേപോലെ തന്നെ ഹനുമാനും എല്ലാവരും വിശ്വാമിത്രന്റെയും വസിഷ്ഠന്റെയും ആശ്രമത്തിലേക്ക് വന്ന് ഭരതന്റെ കയ്യിൽ നിന്ന് രാജ്യം തിരിച്ചു വാങ്ങിച്ച് രാജ്യഭാരം നടത്തുന്നു. രാമന്റെ ഉത്തരവാദിത്വമാണ് രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിട്ടിരിക്കുക എന്നുള്ളത്. അതിൽ നിന്ന് മാറാൻ സാധിക്കില്ല. ആ രാമന്റെ പത്നിയായ സീതയ്ക്കെതിരെ അപവാദം വന്നപ്പോൾ ആ അപവാദം സീത എന്നും കേട്ട് അയോധ്യയുടെ ഈ രാജധാനിയിൽ ഇരിക്കുന്നതിന് പകരം സീതയ്ക്ക് ഏൽക്കേണ്ടി വരുന്ന അപവാദം തനിക്ക് സ്വയം ഏൽക്കാൻ വേണ്ടി സീതയെ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് വിട്ട് ആ ഗർഭിണിയായ സീതയ്ക്ക്
ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ പൂർണ്ണ സംരക്ഷണം ലഭിക്കാനുള്ള ഇടപാടുകൾ ചെയ്തിട്ട് രാമൻ അയോധ്യയില് സീത ഇല്ലാത്തപ്പോൾ എങ്ങനെ ഒരു വിരക്തൻ ജീവിക്കണമോ അതുപോലെ ജീവിച്ചു. ശ്രീരാമൻ എന്തുകൊണ്ടാണ് സീതയെ ഉപേക്ഷിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ സീതയെ വാൽമീകിയുടെ ആശ്രമത്തിൽ ഹനുമാനെയും ചേർത്ത് കൊണ്ടാക്കിയതിനു ശേഷം പിന്നെ അയോധ്യയിൽ ഒരാളും സീതയെ വിമർശിച്ചിട്ടില്ല. മറിച്ച് എല്ലാവരും വിമർശിച്ചത് രാമനെയാണ്. ഗർഭിണിയായ സീതയെ വാൽമീകിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിച്ച ഒരു രാജാവ്, ഇപ്പൊ തൻ്റെ ഭാര്യയ്ക്ക് ഏൽക്കേണ്ടി വരുന്ന അപവാദങ്ങളും വിമർശനങ്ങളും താൻ സ്വയം സ്വീകരിച്ച ഒരു രാമൻ, ആ കുടുംബത്തിന്റെ ധന്യത. പിന്നെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഔദ്യോഗികമായ ഇഷ്ടാനിഷ്ടങ്ങളും രണ്ടും രണ്ടാ. ഞാൻ ചിലപ്പോൾ അറിയാതെ ഓർക്കാൻ, കുറേ പേര് മോഡി പ്രധാനമന്ത്രിയെ വിളിച്ചു പറഞ്ഞു അത്രേ, നിങ്ങളുടെ അമ്മ ജീവിതത്തിൽ മുഴുവനും നരകയാതന അനുഭവിച്ച വ്യക്തിയാ, നിങ്ങൾ പ്രധാനമന്ത്രിയായിട്ട് ഡൽഹിയിൽ താമസിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയെയും കൊണ്ടുവന്ന് താമസിപ്പിച്ചൂടെ? മോഡി അതിന് മറുപടി പറഞ്ഞതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, അമ്മ അതെല്ലാം വ്യക്തിപരമായ ബന്ധം. ഗുജറാത്തില് അവരുടെ പഴയ വീട്ടില് മോഡി എന്ന് പറയുന്ന വ്യക്തി ഈ രാഷ്ട്രത്തിന്റെ മുഴുവനാണ്. അദ്ദേഹമായിട്ടിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അത് പണ്ട് ഏതോ ഒരു സിനിമയിലുള്ള മാതിരി അമ്മയും എരുമയും പോത്തും മക്കളും എല്ലാവരും കൂടി വിലസേണ്ട ഒരു സ്ഥലമല്ല പ്രധാനമന്ത്രിയുടെ വസതി എന്ന് കാണിക്കാൻ മറ്റുള്ളതെല്ലാം മാറ്റിവെച്ച് രാഷ്ട്രം എന്നുള്ള ഒരു ചിന്ത എടുത്തു എന്ന് ഞാൻ വായിച്ചു. എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ് അത് തന്നെയാണോ സംഭവിച്ചതെന്നുള്ളത്. ഞാനൊരു എക്സാമ്പിൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വ്യക്തിപരമായ ബന്ധങ്ങളെ മാറ്റിവെച്ച് രാഷ്ട്രത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കണമെന്ന രാമന്റെ ആ സന്ദേശം എനിക്കും നിങ്ങൾക്കുമെല്ലാം ബാധകമാണ്. കാലം കഴിയുമ്പോൾ നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി എന്ന് നമ്മളെ അറിയിക്കുന്നതാണ്. സീതാദേവി ഭൂമി വളർന്ന ഭൂമിയിലേക്ക് പോയി. ശ്രീരാമനും ലക്ഷ്മണനും സരയൂ നദിയിൽ യാത്രയായി ദേഹത്യാഗം ചെയ്തു. അങ്ങനെ രാമായണം ദുഃഖത്തോടുകൂടി അവസാനിക്കുന്നു. രാമായണം ആരംഭിക്കുന്നതും ദുഃഖത്തോടുകൂടിയാണ്, രാമായണം അവസാനിക്കുന്നതും ദുഃഖത്തോടുകൂടിയാണ്. ഇടയ്ക്കുള്ളത് മുഴുവനും ദുഃഖമാണ്. മറ്റൊരർത്ഥത്തിൽ രാമായണം ഒരു ട്രാജഡിയാണ്. എങ്കിലും രാമായണം വായിക്കുന്ന ഒരാൾക്കും അതൊരു ട്രാജഡിയാണെന്ന് തോന്നില്ല. ഒരിക്കലും അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുമില്ല. അതിന് കാരണം ആ ട്രാജഡിയെ യഥാർത്ഥത്തിൽ കോമഡിയാക്കിയ അല്ലെങ്കിൽ കോജഡിയാക്കിയ ഒരു രചനയാണ് 24,000 ശ്ലോകങ്ങളിലൂടെ ഗായത്രി മന്ത്രത്തിന്റെ 24 അക്ഷരങ്ങള്. ഓരോ അക്ഷരം 1000-ാമത്തെ ശ്ലോകം തുടങ്ങുമ്പോൾ 2000-ാമത്തെ ശ്ലോകം, 3000-ാമത്തെ, 4000-ാമത്തെ, 5000-ാമത്തെ ശ്ലോകത്തിൽ ഗായത്രി മന്ത്രത്തിന്റെ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടാണ് വാൽമീകി, കാട്ടാളനായിരുന്ന വാൽമീകി മഹർഷിയായ വാൽമീകിയായി മാറിയപ്പോൾ രാമായണം എഴുതിയത്. ഇങ്ങനെ ജീവിത ധന്യമാക്കാൻ വേണ്ടിയിട്ടുള്ള 100 കണക്കിന് അനുഭവങ്ങൾ ഉള്ള രാമായണം, അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് മക്കൾക്കും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. പരിധിക്കപ്പുറമുള്ള ആത്മീയത രാമായണത്തിൽ കുത്തിച്ചെലുത്തിയാൽ ആ രാമായണത്തിന്റെ ലക്ഷ്യം തന്നെ ഇല്ലാതെയാകും. പരിധിക്കപ്പുറം ആത്മീയതയില്ലാതെ ഭംഗിയായിട്ട് രാമായണം നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ. ഞാൻ കുറച്ച് ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ ഒരു 100 ഇരട്ടി ഉദാഹരണങ്ങൾ രാമായണത്തിൽ നിന്ന് ഇനിയും എടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.